ഹലോ, നീ എവിടെയാണ്? വീട്ടിലാണ്? എന്നിട്ടാണ് ഫോൺ എടുക്ക ഇത്ര നേരം? ഞാൻ അവിടെ ഓരോ തിരക്കിലായിരുന്നു അമ്മ, അതാ കേൾക്കാണ്ടായത്. നീ ഒന്ന് അർജന്റായിട്ട് ഇങ്ങോട്ട് വരുമോ? എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്തമ്മാ? അതൊന്നും ഇപ്പൊ ഫോണിൽ പറയാൻ പറ്റില്ലടി, നീ ഒന്ന് വന്നിട്ട് പോകുന്നേ. ഇന്ന് തന്നെ വരണപ്പോ? ഇനി ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് 6 മണിയാവും. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് എപ്പോ വരാനാണ്? നാളെ വന്നാ മതിയോ? നാളെ ഒന്നും വന്നാ പോരാട്ടോ, നീ എങ്ങനെയെങ്കിലും ഒന്ന് വന്നിട്ട് പോടിയേ. എന്താ ഇമ്മ, നിങ്ങൾ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം എന്താ വെച്ചാ പറയേ. ഫോണ് കൂടി ഒന്ന് പറയാൻ പറ്റിയ കാര്യമല്ല സ്വത്തുമ്മ. നീ ഒന്ന് മനസ്സിലാക്ക എന്നെ. നീ ഒന്ന് വന്നിട്ട് പോന്നു വേഗേ. ഇന്നെ പൊയ്ക്കോ, നീ നിക്കൊന്നും വേണ്ട, ഒന്ന് വാ നീയേ. ആ ശരി, എന്നാ ഞാനിപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ആ ആ, എന്നാ വേഗം വായോട്ടോ. നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് വരാൻ പറഞ്ഞു? വരാനും പറഞ്ഞു ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു പറഞ്ഞു, ഞാൻ എങ്ങനെ കാര്യം അറിയാ? ഞാനിത് എങ്ങനെയാണ് നിന്റെ അടുത്ത് പറയുക? എനിക്കിത് പറയാൻ ഒരു പേടി. പേടിക്കാൻ മാത്രം എന്ത് പ്രശ്നമ്മ? ഫോണിൽ കൂടെ പറയാൻ പറഞ്ഞപ്പോ നേരിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നേരിട്ട് വന്നിട്ട് നിങ്ങൾ ഒന്നും മിണ്ടണില്ലല്ലോ. എന്താ നിങ്ങക്ക് പറ്റിയത്? 2 ദിവസം മുമ്പ് നീ എന്നെ വിളിച്ചപ്പോഴേ എനിക്കൊരു ക്ഷീണവും തലകറക്കമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ, ഞാൻ ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒന്നേ. എന്നിട്ടോ? എനിക്ക് വിശേഷം ഉണ്ടടി. 3 മാസമായിരിക്കണം. അതെ, അൽഹംദുലില്ലാ. ഇതിനപ്പൊ നിങ്ങൾ ഇത്ര ടെൻഷൻ അടുപ്പിച്ചത്? ഇതിന് സന്തോഷിക്കല്ലേ വേണ്ട? ഒന്ന് പോടി അവിടുന്ന്. പഠിച്ചോനെ, ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കുക? ഇവിടുത്തെ ഉമ്മാന്റെ അടുത്ത് ഞാൻ എന്താ പറയാ? നിങ്ങൾക്ക് വിശേഷം ഉണ്ട് എന്ന് പറയണം. ഇതെന്താ നാട്ടിൽ നടക്കാത്തതാ? നിനക്ക് അങ്ങനെയൊക്കെ പറയാ, പക്ഷെ അനുഭവിക്കുന്നത് ഞാനല്ലേ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല എനിക്ക്. നിങ്ങൾ ഈ സമയത്ത് വേണ്ടതൊക്കെ ആലോചിച്ചും കൊണ്ടേ ഓരോ അസുഖങ്ങൾ വ്യത്തിവെക്കാൻ നിൽക്കണ്ട. നിനക്ക് വിശേഷം ഉണ്ടാകേണ്ട സമയമല്ലേ ഇപ്പോ? ആ സമയത്ത് ഇപ്പൊ എനിക്കായി പറഞ്ഞ ആൾക്കാർ എന്തൊരു പറയുക? ആൾക്കാരൊക്കെ എന്തോ പറഞ്ഞോട്ടെ, അതൊന്നും നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജമീല, ജമീല, എന്താ അത് രണ്ടാളും കൂടി? കുറെ നേരമായല്ലോ വാതിലടച്ചുകൊണ്ട് ഒരു സ്വകാര്യം പറിച്ചില്. എന്താ എത്ര വല്ലാണ്ട് പറയാൻ? പറയാനൊക്കെ ഉണ്ട്. കേട്ട വല്യമ്മക്ക് സന്തോഷാവണ ഒരു കാര്യാണ്. അതെ, എന്നാ പറയേ, ഞാൻ കേക്കട്ടെ. വല്യമ്മക്കേ അടുത്തന്നെ ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം കൂടി ഉണ്ട്. അതെ, പടച്ച റബ്ബേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലായില്ലേ? ഇതുവരെയും വിശേഷമൊന്നും ആവാണ്ടേ ഞാൻ ആകെ പേടിച്ചിരിക്കായിരുന്നു കേട്ടോ. ഇപ്പഴെനിക്കൊരു സമാധാനമായത്. വല്യമ്മ, അതിന് വിശേഷം എനിക്കല്ല, ഉമ്മാക്കാണ്. അയ്യയ്യേ, എന്താണ് ഞാൻ ഈ കേൾക്കണത്? എന്താ നിനക്ക് ബുദ്ധിയും ബോധമൊന്നും ഇല്ലാണ്ടായോ? അല്ലാ, നാട്ടുകാര് കേട്ട എന്താ പറയാ? നാണക്കേട്. അങ്ങനെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ജന്മങ്ങള്. ഛേ, അയ്യേ, ആലോചിച്ചിട്ട് തന്നെ നാണക്കേടാവും. ഇവളിത് എന്തിനു കൽപ്പിച്ചു കൂട്ടിയിട്ടാടി ഇന്നാലും? ഏ, ആ മകളിനെ കെട്ടിക്കൊടുത്തിട്ട് ഇപ്പൊ 2 കൊല്ലായി. അതിനൊരു വിശേഷാവാണ്ട് ഇത്രയും കാലായി നടക്കണു. അതിന്റെ ഇടയിൽ ഇപ്പൊ ഇവൾക്കപ്പൊ പ്രസവിക്കാൻ തിരക്കായത്? അയ്യേ, എനിക്ക് പറയുമ്പോ തന്നെ അങ്ങോട്ട് നാണക്കേടാവാണ്. നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത്? നാത്തൂന? ഒന്നും പറയണ്ട. കുറച്ചു ദിവസമായിട്ട് അവൾക്ക് ഒരു ക്ഷീണവും തലകറക്കൊക്കെ ഉണ്ടായിരുന്നോ. പനിയായിരിക്കുന്ന ഞാൻ വിചാരിച്ചതേ. എനിക്കറിയോടി, ഈ 50-ആം വയസ്സിൽ അവള് പ്രസവിക്കാൻ പോകണെന്ന്. ഇന്നിപ്പോ അതാ റിജി വന്നിക്കണേ. വന്ന പാടെ റൂമിൽ കയറി വാതിലടച്ചുകൊണ്ട് സ്വകാര്യം പറച്ചിൽ തന്നെയായിരുന്നു രണ്ടാളും. എന്താന്നറിയാൻ വേണ്ടി പോയതാ ഞാന്. അപ്പൊ റിജിയെ പറഞ്ഞതേ, എന്താണ് അവൾക്ക് വിശേഷം ഉണ്ടായ പോലെയല്ലേ പറഞ്ഞാർന്നത് എന്റെ അടുത്ത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് കയ്യും കാലും വിറക്കേടി. ഏതെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. എന്നാലും ഇവരിത് എന്തിനെ കൽപ്പിച്ചു കൂട്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അയ്യേ, ഞാൻ ഇനി എങ്ങനെ മനുഷ്യന്മാരുടെ മുഖത്തൊക്കെ നോക്കുക? മറച്ചു വെക്കാൻ പറ്റിയ കാര്യമാണിത്. ഇത് ഇല്ലാണ്ടാക്കാൻ വല്ല വഴിയുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്ക് നീ. അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ. ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. ആ, എന്നാ വാ നീ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. നീയേ ഒറ്റയ്ക്ക് വന്നാ മതി കേട്ടോ, മരുമകനൊന്നും കൂട്ടണ്ട. മരുമകനത്തൊന്നും ഇത് പറയാനും നിക്കണ്ട. നാണക്കേട്. എന്താ നാത്തോ ഞാൻ ഈ കേൾക്കണത്? പേരക്കുട്ടിനെ എടുത്തും കൂടി നടക്കേണ്ട പ്രായത്തില് വിശേഷമായി എന്ന് പറഞ്ഞ എന്തിനു നന്നു? നിങ്ങളെ ഒരാള് കാരണം നമുക്കും കൂടി നാണക്കേടായി. അമ്മ ഇത് എന്തൊക്കെയാ പറയണത്? പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത്? വയസ്സാം കാലത്ത് നിന്റെ ഉമ്മ കാട്ടിക്കൂട്ടിയതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം ഞാന്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി. അല്ല, നീ ഇത് എന്ത് കണ്ടിട്ടാണ് തുള്ളാ നിൽക്കുന്നത്? നിന്നെ കെട്ടിച്ചു കൊടുത്ത വീടില്ലേ, അവിടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറഞ്ഞാലേ എന്താ സംഭവിക്കാന്ന് വല്ല ബോധം ഉണ്ടോ നിനക്ക്?
അതാലോചിച്ചിട്ട് അമ്മായി ടെൻഷൻ അടിക്കണ്ട. അല്ലെങ്കിലും അവിടെ ഉള്ളവർ അമ്മായിനെ പോലെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നല്ല. അവരിതൊക്കെ കേട്ടാലേ സന്തോഷിക്കേ ചെയ്യുള്ളൂ. പിന്നെ സന്തോഷം ഉണ്ടാവേണ്ട കാര്യമാണ് നിന്റെ ഉമ്മ ചെയ്തു വെച്ചിരിക്കണേലേ. നോക്ക് നാത്തോനെ, നീ ഈ പെണ്ണിന്റെ കൂട്ടം കേട്ടിട്ടേ വെറുതെ എടുത്തു ചാടാൻ നിൽക്കണ്ട. നിനക്കിത് വേണ്ടാത്തതാണ് കേട്ടോ ഈ പ്രായത്തില്. നീ നാളെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടേ ഇത് കളയാൻ വല്ല മാർഗം ഉണ്ടോ നോക്കി നോക്ക്. നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, ഞാനും വരാം നിന്റെ കൂടെ. ഈ 50-55 വയസ്സിലൊക്കെ പ്രസവിക്കാന്ന് പറഞ്ഞാലേ നിസ്സാര കാര്യമാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ നിനക്ക് 3 മാസമായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് നല്ലോണം റെസ്റ്റും വേണ്ടി വരും. ആ സമയത്തൊക്കെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും പറഞ്ഞിട്ടാണ് ഈ വയസ്സും പ്രായമായി ഈ തള്ളേ. ആ, ഇനിയിപ്പൊ ഞാൻ അവളുടെ പ്രസവവും കൂടി നോക്കാം. അതിന്റെയും കൂടി കുറവുള്ളൂ ഇപ്പൊ എനിക്ക്. ശരി, ഇനിയിപ്പൊ അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുക. ഈ സമയത്തെ ഈ പെണ്ണിന് വല്ല വിശേഷം എന്തെങ്കിലും ആയി പറഞ്ഞാൽ എന്താ കാട്ടുക? നീ പെറ്റി കിടക്കുക ചെയ്യുക, ഈ പെണ്ണ് പ്രസവം നോക്കുക ചെയ്യുക. നിന്നെ നോക്കാൻ തന്നെ ഒരാൾ വേണ്ടി വരും. എന്തൊക്കെ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ എന്ത് ചെയ്യും പറഞ്ഞിട്ടാണ്? എന്തായാലും അമ്മായിയൊന്നും വന്ന് നോക്കേണ്ടി വരില്ല, അതുപോരെ. എത്ര ആൾക്കാരാന്നറിയോ കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലമായിട്ടും കുട്ടികളൊന്നും ആവാണ്ട് ഇങ്ങനെ വിഷമിച്ച് കഴിയണു. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കാര്യം അറിയണത് തന്നെയല്ലേ. നിങ്ങളുടെയൊക്കെ വർത്താനം കേട്ടാ തോന്നും ഉമ്മ ആരെയും കൊന്നിട്ട് വന്ന് നിൽക്കുകയെന്ന്. ഈ സമയത്തെ ഉമ്മാനെ കുറ്റപ്പെടുത്താണ്ട് സപ്പോർട്ട് കൊടുക്കുക വേണ്ടത്. സപ്പോർട്ടൊക്കെ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി, എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. അപ്പൊ പിന്നെ വീട്ടിൽ വേറെ ആരും നോക്കും പറഞ്ഞിട്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും നോക്കണ്ട. എന്റെ ഉമ്മാന്റെ പ്രസവേ ഞാൻ നോക്കിക്കോളാം. എന്നാ നീ കൊണ്ടേ നോക്ക്. സ്വന്തം ഉമ്മാന്റെ പ്രസവം നോക്കണ ലോകത്ത് ആദ്യത്തെ മകള് നീ തന്നെ ആവട്ടെന്നാ. മരുമകളുടെ പേരക്കുട്ടിന്റെ മനസ്സിൽ ഇപ്പൊ എന്താന്നൊക്കെ കേട്ടില്ല ഇപ്പൊ നിങ്ങള്. ഇതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ല. ഇവരിങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ വരുന്നിച്ചാ തള്ളി മകളും കൂടി അങ്ങനെ അനുഭവിച്ചോട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തായാലും സുബൈറൊന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരു നാട്ടുപേര് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്കൊക്കെ പുറത്തിറങ്ങി നടക്കേണ്ടതാണ്. റഹീം ഖാന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടേ എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞാൽ എന്ത് സമാധാനം പറയമ്മ? നിങ്ങളൊന്ന് പറയേ. ഞാൻ എന്തായാലും സുബൈറിനെ വിളിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. നമ്മളായതുകൊണ്ട് അമ്മായിന്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ. ഇനി വാപ്പാനെ വിളിച്ചിട്ട് വാപ്പാന്റെ വായിലിരിക്കുന്നതും കൂടി കേട്ടാലേ സമാധാനം ആവുള്ളൂ വെച്ചാലേ അമ്മായി വിളിച്ചോ, നമുക്ക് ഒരു കുഴപ്പമില്ല. നോക്കിയമ്മ, ഞാൻ സുബൈറിനെ വിളിച്ചിട്ട് അവന് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ആങ്ങളില്ല നാത്തോനും ഇല്ലാന്ന് അങ്ങോട്ട് വിചാരിക്കും ഞാന്. പിന്നെ ആ പേരും പറഞ്ഞിട്ടേ ഈ പടി ചവിട്ടുന്നൊന്നും ആരും വിചാരിക്കും വേണ്ട. വരുന്നതും വരാണ്ടിരിക്കുന്നതൊക്കെ അമ്മായിന്റെ ഇഷ്ടമാണ്. അതും പറഞ്ഞിട്ട് അമ്മായിയും വല്യമ്മയും എന്ത് പറഞ്ഞാലും അതൊക്കെ അനുസരിക്കാനൊന്നും പറ്റൊന്നുമില്ല. വാ അമ്മ, ഇതിന്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞാലേ നമുക്കും കൂടി മാനസികമാവുള്ളൂ.